വളരെ മാന്യമായി ടെലിഫോൺ ചെയ്യുന്നു, ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്, ആരാ സംസാരിക്കുന്നത് എന്ന് ഫോൺ അറ്റൻഡ് ചെയ്താൽ ചോദിക്കുന്ന രീതി എങ്ങനെയാണ്? മിൻ മഈ എന്നാണ്. എന്നാൽ അതിന് മറുപടി എന്നോടാണ് ഇപ്പോൾ വേറൊരാൾ എനിക്ക് ഫോൺ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഞാനൊരാൾക്ക് ഫോൺ ചെയ്യുന്നു. അദ്ദേഹം പറയും മിൻ മഈ എന്ന് ചോദിച്ചു. ഞാൻ പറയും മഅക സഈദ്, അങ്ങനെ പറയാൻ നല്ലത്. ഓക്കെ, ഇതവിടെ മഅക അഹ്മദ് യാ തയ്യിബ്. എന്താണ് ആ രീതി? നിങ്ങൾ പറഞ്ഞു നോക്കി, ജോണാണ് ഫോൺ എടുത്തത്. ഹലോ അസ്സലാമു അലൈക്കും, കൈഫ ഹാൽക യാ ഹബീബി ജോൺ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു മിൻ മഈ. ഞാൻ പറഞ്ഞു മഅക സഈദ് യാ ഹബീബി, മഅക സഈദ് മിൻ അറബിക്യൂനി. എപ്പോഴും നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ പലർക്കും ഫോൺ ചെയ്യുന്ന സമയത്ത് കോടതിയിൽ നിന്ന് വിളിക്കാൻ, ഹലോ അസ്സലാമു അലൈക്കും, കൈഫ ഹാൽക യാ ഷെയ്ഖ്, മഅക സഈദ് മിൻ മഹ്കമത്തിൽ ആമ്മ മിനൽ മഹ്കമ, അല്ലെ മഅക സഈദ് മിൻ അറബിക്യൂനി. ഈ രീതിയിൽ നമ്മൾ പറഞ്ഞ് ശീലിക്കുക. മാത്രമല്ല, നമ്മളെ ആൾക്കാർ എങ്ങനെയാണോ, ഹലോ അസ്സലാമു അലൈക്കും, എന്താ വർത്താനം, സുഖം തന്നെയല്ലേ ചോദിക്കും. ആ സുഖാണ്, അപ്പോഴൊന്നും ആളെ മനസ്സിലായിട്ടുണ്ടോ. പിന്നെന്താ വർത്താനം ചോദിക്കുക ആൾ അങ്ങോട്ട്, ആ സുഖാണ്, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടെന്ന് അറിയും വെറുതെ. ഈ രീതിയിൽ എന്തിനാ പാടുപെടുന്നത്? ഒരു മണിക്കൂർ സമയം കഴിഞ്ഞാലും ആൾക്കാർ പറഞ്ഞു കൊടുക്കൂല, ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞു കൊടുക്കൂല. മനസ്സിലായില്ലേന്ന് ചോദിക്കും. എങ്ങനെ മനുഷ്യന്മാർക്ക് മനസ്സിലാകും? 100 കൂട്ടം പണിൻ്റെ ഇടയിൽ. അറബികളുടെ കൺസെപ്റ്റേ അതല്ല. അതുകൊണ്ട് മനസ്സിലായില്ല എന്തെങ്കിലും മനസ്സിലാകാത്ത ചോദിക്കൂല. മറിച്ച് ഹലോ അസ്സലാമു അലൈക്കും, കൈഫ ഹബീബി, അന മുഹന്ദിസ് സഈദ്, അന മുദർരിസ് അറബിക്യൂനി. നമ്മുടെ പ്രൊഫഷനും എങ്ങനെ നമ്മളെ അയാൾക്ക് പരിചയപ്പെടുത്താമോ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ ആണോ? അതൊരു മാലൂമാത്താണ്. അത് ക്ലിയർ ആണെന്ന് തോന്നുന്നവർ ലൈക്ക് ചെയ്യുക. ഞാൻ അത് അങ്ങനെ പറയരുതെന്ന് ലൈക്ക് ചെയ്യേണ്ട, ഡിസ്ലൈക്ക് ചെയ്യേണ്ട കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ മഅക അഹ്മദ് യാ തയ്യിബ്, കണ്ടങ്ങൾ മഅക അഹ്മദ്. അപ്പോൾ 2 കാര്യം മനസ്സിലാക്കി. മിൻ മആയ അല്ലെ മിൻ മഈ, രണ്ടും പറയും. ആരാ എൻ്റെ കൂടെ? ഹൂ ഈസ് വിത്ത് മീ എന്നാണ് പറയുന്നത്. അഹ്മദ് ഈസ് കോളിംഗ് സർ, അതാണ് തയ്യിബ് എന്ന് പറഞ്ഞു. മഅക അഹ്മദ് യാ തയ്യിബ്, മഅക അഹ്മദ് യാ തയ്യിബ്. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ മലയാളത്തിൽ എന്താ പറയുക? ആവറ. ഇന്നലെയും കൂടി എനിക്ക് അനുഭവം ഉണ്ടായി. ഞാനൊക്കെ ഫോൺ ചെയ്തു. എന്തൊരു അതായത് ഒരു ജന്മസംഗതിക്ക് വേണ്ടി വിളിച്ചതാണ്. ഒരു കാറിൻ്റെ ഷോറൂമിക്കാന്ന് തോന്നുന്നുണ്ട്. ആ വിളിച്ചപ്പോൾ ആവറ. എന്താ ഇത്? ആരാ നമ്മളെന്നറിയാതെ ആരോടാ വർത്താനം പറഞ്ഞു എന്നൊരു ധാരണയില്ലാതെ ആവറ. ഇത് മലയാളികളുടെ മാത്രം അതബില്ലാത്ത ഒരു ശൈലിയാണ് എന്നോട് ദേഷ്യം പിടിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? ഫദൽ യാ ഉസ്താദ്, ഫദൽ യാ അഹ്മദ് എന്നല്ല പറഞ്ഞത്, ഫദൽ യാ ഉസ്താദ് അഹ്മദ്, അഹ്മദ് സർ, പറയൂ സർ, അതാണ്. ഓക്കെ. അപ്പം പേര് വിളിച്ച് തന്നെ പറഞ്ഞോളൂ. പേര് പറയുമ്പോൾ ഷേഖ് എന്നോ തയ്യിബ് എന്നോ സയ്യിദ് എന്നോ പിന്നെ എന്താണ് കൂട്ടിക്ക് പറയും. ഉസ്താദ് എന്നോ, ഉസ്താദ് എന്ന് പറഞ്ഞാൽ മാഷി സാർ എന്നൊക്കെ അർത്ഥത്തിനാണ് ഉസ്താദ്. ഫദൽ ഉസ്താദ് അഹ്മദ്. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ സംഗതികൾ മനസ്സിലാക്കിയെങ്കിൽ അടുത്ത പാർട്ടിക്ക് നമുക്ക് പോകാം. ഓക്കെ, ശുക്രാൻ.